എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും ബോട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടി നമ്മൾ നല്ല വൃത്തിയായി കഴുകി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതവിടെ നന്നായി തിളയ്ക്കട്ടെ. കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് ആവശ്യമായ ഒരു 3 സബോള, 4 പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ചെടുത്ത് പേസ്റ്റാക്കിയ ശേഷമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ചതച്ചെടുത്താൽ മതി. പേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ലത് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഒരു കുഞ്ഞ് മിക്സിയിലിട്ടിട്ട് അത് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെന്ത നമ്മുടെ ബോട്ടി ഉണ്ടല്ലോ, ബോട്ടി വേറൊരു അരിപ്പ പോലെ ഉള്ള പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ വെള്ളമൊക്കെ പോയി ഇച്ചിരി ചൂടാറിയ ശേഷം വേണം അത് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോട്ടെ. അപ്പം ആവശ്യത്തിന് വേവായിട്ടുണ്ട്. ഒരു മീഡിയം വേവ്, നന്നായി തിളപ്പിച്ച് അതിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മളെടുത്ത് വെച്ച സബോളയും തക്കാളിയും അതെല്ലാം ചെറുതാക്കി അരിഞ്ഞ്, പിന്നെ അതിനാവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക ഉണ്ടല്ലോ, അത് നമുക്ക് പൊടിക്കണം. അപ്പം 2 കഷ്ണം പട്ട, ഒരു 2 കഷ്ണം ഗ്രാമ്പു, ജീരകം, വലിയ ജീരകം, അതെല്ലാം ഇട്ട് പൊടിച്ചത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ ഈസ് സെറ്റ്, എല്ലാം സെറ്റാണ്. ചെറിയ കഷ്ണങ്ങളാക്കി ബോട്ടിയൊക്കെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ റെഡിയാണ്. പിന്നെ സബോള, തക്കാളി എല്ലാം അരിഞ്ഞ് റെഡിയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചത് റെഡിയാണ്. അപ്പോൾ നമുക്കിനി കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ വേവുള്ളത് കൊണ്ട് തന്നെ, ബോട്ടി നല്ല വേവുള്ളത് തന്നെ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം, ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന പോലെ സബോള ആദ്യം തന്നെ ഇട്ടു. സബോള നന്നായി വഴണ്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഇളക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനൊരു പച്ചമണം ഉണ്ടാവും. ആ മണം നന്നായി ഇളക്കുന്നതിലൂടെ മാത്രമേ പോവുള്ളൂ, ഇല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം പോകുന്നത് ഇളക്കുക. അതിനുശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് തക്കാളിയും കുറച്ച് വാടുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, ആ മിക്സ് ഉണ്ടല്ലോ, പെപ്പർ, അതൊക്കെയുള്ള മിക്സ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി ഇളക്കുക. അത് നന്നായി ഇളക്കി അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സ്മെല്ലുണ്ട്, ആ സ്മെല്ലും പോകുന്നത് വരെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ പൊടികളും അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ആ പൊടി കരിയാൻ പാടില്ല. അപ്പോൾ നമ്മളത് സിമ്മിൽ വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നന്നായി ഇളക്കി എല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബോട്ടി ചേർക്കുക. അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ഇതിടലും രണ്ടും കൂടി ഇച്ചിരി ഡിഫിക്കൽട്ടിയാണ്, ആരും എടുത്തുതരാനൊന്നുമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇളക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഫിക്സായിട്ട് ആ പാത്രം അതിലിരിക്കാത്തോട്ടെ. അപ്പോൾ അത് മുഴുവൻ നന്നായി വൃത്തിയായി ഇളക്കിയ ശേഷം നമ്മൾ ചൂടുള്ള വെള്ളം, നമ്മൾ തിളപ്പിച്ച വെള്ളം, കുറച്ച് പച്ചവെള്ളം നമ്മൾ ഏത് കറിയിലേക്കും ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്. എസ്പെഷ്യലി ഈ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ തിളപ്പിച്ച വെള്ളവും തിളപ്പിച്ചാറിയ വെള്ളവും അതിലേക്ക് ഉപയോഗിക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട ശേഷം ഉപ്പും ചെക്ക് ചെയ്തിട്ട് നമ്മൾ വിസിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് പിന്നെ ഒന്നും നോക്കണ്ട, പിന്നെ പോയി ഉറങ്ങുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം ഒരു 10-20 വിസിലെങ്കിലും ഇതിനടിക്കണം. ബോട്ടിക്ക് നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ വെന്ത് വരുമ്പോൾ ഇതുപോലെ കുറുകിയ ടൈപ്പിൽ ഒരു ബോട്ടി കറിയാവും. ഈ ബോട്ടി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പരുവത്തിലായിരിക്കും. പക്ഷെ നമ്മളുണ്ടാക്കുന്നത് കപ്പയും ബോട്ടി ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രൈ പാനിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ചീഞ്ചട്ടിയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയിട്ട് അതിനുശേഷം നമ്മുടെ വെന്ത കപ്പ, നമ്മൾ വേവിച്ച് വെച്ച കപ്പ എടുത്ത് അതിലേക്കിട്ട് നന്നായി ആ കടുക് പൊട്ടിച്ചതും കറിവേപ്പില നന്നായി അതിലേക്ക് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബോട്ടി, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടി കറി അതിലേക്ക് ചേർത്ത്, അപ്പം ഇതിൻ്റെ തിക്നെസ് എത്ര വേണം അങ്ങനെയൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇപ്പോൾ ബോട്ടി നന്നായി കുഴഞ്ഞിരിക്കണം, ബോട്ടിയും കപ്പയും നന്നായി കുഴഞ്ഞിരിക്കണം. ഇല്ല കുറച്ച് ഡ്രൈ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവി നമ്മളവിടെ വെച്ചിട്ട് അതിൻ്റെ ബോട്ടി മാത്രം എടുത്തിടാം. അതൊക്കെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് കുറച്ച് ഗ്രേവി, കുറച്ചുകൂടി ലൂസായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ നന്നായി ഇളക്കി അതിനെ നന്നായി യോജിപ്പിക്കുക. കപ്പയും ബോട്ടിയും ഇഴുകി ചേരണം, രണ്ടും കൂടിയിട്ട് പിരിഞ്ഞ് നിൽക്കരുത്. അതായത് അടികൂടി പിരിഞ്ഞവരെ പോലെ വേറിട്ട് നിൽക്കരുത്.
കൂട്ടുകാരെ പോലെ നന്നായി യോജിച്ചിരിക്കണം. അപ്പം നന്നായി ഇളക്കി അതിൻ്റെ മസാലയൊക്കെ കപ്പയിലും പിടിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ നല്ല സ്മെല്ലാവും, അതൊന്നും പറയണ്ട. എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞ പോലെ നല്ല സ്മെല്ല് വരും, നല്ലത് വരുന്നൊന്നും പറയുന്നില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ആർക്കും കുറേ പേർക്കൊന്നും ബോട്ടിയൊന്നും ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോട്ടി. എന്നെ ഉപദ്രവിക്കാത്ത എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കും എന്നുള്ളത് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കോലപ്പണിയുണ്ട് ബാക്കി. അപ്പോൾ ആ അലങ്കോലപ്പണിയും കഴിച്ച് നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ കാണാനൊക്കെ ഒരു ചന്തമുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ബൗളെടുത്ത് ഞാൻ കഴിച്ചു നോക്കി. ആഹാ, എന്ത് രുചി, എന്ത് മണം, അങ്ങനെയൊന്നും പറയുന്നില്ല. ഓക്കെയാണ്. ആരും കുറ്റം പറയാത്ത രീതിയിൽ നമുക്ക് ഒരാൾക്ക് സെർവ് ചെയ്യാൻ പറ്റും, നമുക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.